പോയതിനു ശേഷം നിങ്ങളുടെ ലൈഫ് ഒരു 10x സ്പീഡിലിട്ട് ഓടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടോ? അതായത് രാവിലെ ആവുന്നതും രാത്രി ആവുന്നതും വർഷം കഴിഞ്ഞു പോകുന്നതും ഒന്നും അറിയുന്നില്ല. എന്നാൽ എൻ്റെ കാര്യത്തിൽ ഏതാണ്ട് അങ്ങനെയാണ്. ലാസ്റ്റ് ഓർമ്മ വരുന്നത് എൻ്റെ PG കാലഘട്ടം. PG കാലഘട്ടം. 2 ലക്ഷ്യം. HODയുടെ തെറിയാക്കരുത്. എങ്ങനെയെങ്കിലും കോളേജിൽ നിന്ന് പുറത്തിറങ്ങണം. പുറത്ത് ഇറങ്ങി. PGക്കുള്ള വഴി എവിടെ പോയെന്നറിയില്ലെങ്കിലും സ്കൂളിലേക്കുള്ള വഴി കണ്ടുപിടിച്ചു. എൻ്റെ റെഡിങ്ക് തപ്പിയുള്ള ഓട്ടത്തിൽ നിന്ന് രക്ഷപ്പെടണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വളരെ വേഗം ആ വിളി കേട്ടു. കുറെ കാശുണ്ടാക്കി ലോകം മുഴുവൻ കറങ്ങണമെന്ന് വിചാരിച്ച ഞാൻ ഇപ്പോഴും ഇന്നും പുറത്തു പോകാറുണ്ട്. പക്ഷെ പുറത്ത് പോകുമ്പോൾ മിക്കവാറും എൻ്റെ കയ്യിലൊരു കമ്പാനിയൻ ഉണ്ടാവും. ആ കമ്പാനിയനാണ് ഇവൻ ഗാർബേജ് ബാഗ്. എൻ്റെ ബോറടി എന്നെ പോലെ അറിയുന്ന ഏക സാധനം ഈ ഗാർബേജ് ബിന്നാ. അതുകൊണ്ടാ തോന്നുന്നു ഭാഗ്യത്തിൻ്റെ മുകളിൽ ഒരു ഭാഗ്യവും കൂടായിട്ട് ഇന്നൊരൊറ്റ മെയിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താലേ കല്യാണം കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. മിസ്സിൽ നിന്ന് മിസ്സിസിലേക്കായി, അൺമാരീഡിൽ നിന്ന് മാരീഡിലേക്കായി. ആ സന്തോഷം മുഴുവൻ തകർന്നത് എപ്പോഴാണെന്നറിയോ? എൻ്റെ എമിറേറ്റ്സ് ഐഡിയയിൽ നോൺ എംപ്ലോയിഡ് അഥവാ ഹൗസ് വൈഫ് എന്ന് കണ്ടപ്പോൾ. ജാപ്പനീസ് ബുള്ളറ്റ് ട്രെയിൻ പോലെ സ്പീഡിൽ ജോലിയും കൊണ്ട് പോയിരുന്ന എൻ്റെ ലൈഫിൽ പെട്ടെന്ന് ഒരു ഒച്ചഴയണ മാതിരിയായി. ചേടാ ജോലി കിട്ടണ്ടേ? ശ്രമിച്ച് ഇനി ആ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ അകത്ത് കയറിയ ലിങ്ക്ഡിൻ വരെ എന്നെ തെറി വിളിക്കും. അങ്ങനെ റുട്ടീൻ ലൈഫിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്കൊരു ഐഡിയ അങ്ങോട്ട് വരുന്നത്. അതോടുകൂടെ ബാക്കി പറയാം. അങ്ങനെ എത്ര ബിസിനസ് ഐഡിയ. സത്യം പറഞ്ഞ അതോടുകൂടെ ജീവിതം രക്ഷപ്പെട്ടു. എൻ്റെ അല്ല, ആമസോണിൻ്റെ. കാരണം എൻ്റെ ഓരോ ഐഡിയക്കുള്ള സാധനം ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആമസോൺകാരൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. ഞാൻ കാരണം അങ്ങനെയൊരു ഗുണം ഉണ്ടായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ കെട്ട പ്രോത്സാഹനത്തിൻ്റെ മുകളിൽ എൻ്റെ കെട്ടൻ പറയുന്നത്, എന്തായാലും നീ വെറുതെ ഇരിക്കല്ലേ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഞാൻ ആരെ മുതൽ ഇതെൻ്റെ 4ാമത്തെ യൂട്യൂബ് ചാനലാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ബാക്കി 3 ഒരെണ്ണം എനിക്ക് പാസ്വേഡ് ഓർമ്മില്ല, പിന്നെ ഒരെണ്ണം മെയിലേ ഇപ്പില്ല, പിന്നെ ഒരെണ്ണം എവിടെ പോയെന്ന് അറിയത്തില്ല. പണ്ട് കാലത്ത് എക്സ്പ്ലോർ ആയി പോയതാ തോന്നുന്നത്. അപ്പം ഇതിൻ്റെ 4ാമത്തെ ചാനലാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര സംഭവം സെറ്റാക്കാൻ വന്നതാണെന്ന്. സെറ്റാക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം സെറ്റാക്കാനും സാധ്യതയില്ല. പക്ഷെ എന്താണെങ്കിലും ഇരുന്നിരുന്ന് എൻ്റെ ചെയറിലൊക്കെ വേര് മുളച്ച അവസ്ഥയായതുകൊണ്ട് ഇനി ഞാനിവിടെ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ നിങ്ങളിലൊരാളായിട്ട്. എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ശ്രമിക്കാം. പക്ഷേ എനിക്ക് എന്തെങ്കിലും പണി വരണമെങ്കിൽ ഗൈസ് നിങ്ങളൊന്ന് സഹായിക്കണം. ബാക്കി എല്ലാ ഫീൽഡിലും പറയാല്ലേ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും വളർച്ച വന്നതെന്ന്. എന്നാൽ ഈ ഫീൽഡിൽ മാത്രം അപ്പം നടക്കില്ല ഗൈസ്. കാരണം ഇവിടെ വളരണമെങ്കിൽ നിങ്ങളൊന്ന് സഹായിക്കണം. സഹായിക്കുമല്ലോ അല്ലേ? അപ്പം ഇനി വരും വ്ളോഗുകളിൽ ഇവിടെ എത്തിയ കഥയും എന്തായിരുന്നു പണ്ടത്തെ കഥയും ഇപ്പോഴത്തെ കഥയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത കഥയും ജോലി കിട്ടാത്ത കഥയും എല്ലാ കഥകളുമായിട്ട് ഞാൻ വരുന്നുണ്ടാവും. അപ്പം എൻ്റെ കഥകൾ കേൾക്കാൻ കൂടെ പോകുന്നുണ്ടേ. ബൈ. എന്താ അപ്പോഴേ പരിപാടി കഴിഞ്ഞ് ഞാൻ പോട്ടെ.